18നും 24നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്കായി യുക്രൈൻ ആരംഭിച്ച പുതിയ സ്വമേധയാ സൈനിക റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ ഒരു വൺ വേ ടിക്കറ്റ് ആണെന്ന ആക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ. ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് അനുഭവിക്കുന്ന രാജ്യം ഇപ്പോൾ സൈന്യത്തിലെ ക്ഷാമം പരിഹരിക്കുന്നതിനായി യുവാക്കളെ ഒരു വർഷത്തെ സൈനിക കരാറിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചത്. കഴിഞ്ഞ വർഷം യുക്രൈൻ മൊബിലൈസേഷൻ നിയന്ത്രണങ്ങൾ ഗണ്യമായി കർശനമാക്കുകയും നിർബന്ധിത സൈനിക നിയമനപ്രായം 27-ൽ നിന്ന് 25-ആയി കുറയ്ക്കുകയും ചെയ്തെങ്കിലും യുദ്ധക്കളത്തിലെ നഷ്ടം നികത്തുന്നതിനോ സൈന്യത്തിൽ കൂടുതൽ ആളെ ചേർക്കുന്നതിനോ രാജ്യത്തിന് സാധിച്ചിരുന്നില്ല. 18നും 24നും ഇടയിൽ പ്രായമുള്ള സൈനികർക്ക് പുതിയ പദ്ധതി പ്രകാരം പ്രത്യേക കരാറുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരെ മൊബിലൈസേഷനിൽ നിന്ന് ഒഴിവാക്കുകയും ഒരു വർഷത്തെ സേവനത്തിന് $24,000 തുല്യമായ പേയ്മെന്റ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ $5,400 മുൻകൂർ നൽകുകയും ബാക്കി സേവന കാലയളവിൽ നൽകുകയും ചെയ്യും. യുവാക്കളുടെ റിക്രൂട്ട്മെന്റുകൾക്ക് കുറഞ്ഞത് $2,800 പ്രതിമാസം നൽകുമെന്നും പലിശരഹിത മോർഗേജുകൾ, സംസ്ഥാന ധനസഹായത്തോടെയുള്ള വിദ്യാഭ്യാസം എന്നിവയും യുവാക്കൾക്ക് നൽകും. പക്ഷേ ഇത്രയൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും സൈന്യത്തിൽ ചേരാൻ ആളില്ല എന്നതാണ് മറ്റൊരു സത്യം. കാരണം അത്തരത്തിൽ യുക്രൈൻ സൈന്യത്തിൽ പ്രവേശിക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് അവിടെയുള്ളവർക്ക് നന്നായി അറിയാം. എന്നിട്ടും കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകി യുവാക്കളെ വലയിലാക്കാൻ കിടഞ്ഞു പരിശ്രമിക്കുകയാണിപ്പോൾ യുക്രൈൻ. സൗജന്യ വൈദ്യസഹായവും ഒരു വർഷത്തെ സേവനത്തിനു ശേഷം വിദേശയാത്ര നടത്താനുള്ള അവകാശവും അധിക ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവരെ നിർബന്ധിക്കുന്നതല്ല, മറിച്ച് യുദ്ധാനുഭവം നേടുന്നതിനും ഒരു വർഷത്തിനുള്ളിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുമുള്ള അവസരമാണെന്നാണ് യുക്രൈനിയൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമേറോവ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. ഇത് ഏതുതരം കരാറാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത് ഒരു വൺ വേ ടിക്കറ്റ് മാത്രമാണ്. ഇപ്പോൾ അവർ 18നും 24നും ഇടയിൽ പ്രായമുള്ള സ്വന്തം പൗരന്മാരെ തന്നെ ഉന്മൂലനം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നുവെന്നുമാണ് സ്പുട്നിക്കിന് നൽകിയ അഭിമുഖത്തിൽ സഖറോവ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇത്രയൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടും പക്ഷേ യുദ്ധമുഖത്ത് റഷ്യയോട് ഒന്ന് പിടിച്ചു നിൽക്കാനും സ്വന്തം രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാനും യുക്രൈന് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ നാണക്കേട്. 2022-ൽ റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം യുക്രൈൻ 18നും 60നും ഇടയിൽ പ്രായമുള്ള മിക്ക പുരുഷന്മാരെയും രാജ്യം വിടുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. നിർബന്ധിത സൈനിക സേവനത്തിന് ആളുകളെ പ്രേരിപ്പിച്ചിട്ടും പക്ഷേ കടുത്ത ക്ഷാമമാണ് യുക്രൈനിയൻ സൈന്യത്തിലുള്ളത്. നിർബന്ധിത ക്യാമ്പയിനിടയിൽ യുക്രൈനിയൻ സൈന്യം സ്കീസോഫ്രീനിയ രോഗനിർണയം നടത്തിയ പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഒരു റിക്രൂട്ട്മെന്റ് ഓഫീസ് ജീവനക്കാരൻ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്കീസോഫ്രീനിയ ഒരുതരം മാനസിക രോഗമാണ്. ഈ രോഗത്തിന്റെ സ്വാധീനത്തിൽ രോഗിയുടെ മനസ്സിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. അത് അവരുടെ ചിന്തയെയും പെരുമാറ്റത്തെയും ബാധിക്കും. രോഗം സാധാരണയായി കൗമാരത്തിലോ കൗമാരത്തിന്റെ അവസാനത്തിലോ ആണ് ആരംഭിക്കുക. ഇതവർക്ക് ജോലി ചെയ്യാനും സൗഹൃദം നിലനിർത്താനുമെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും. ഹാലൂസിനേഷൻസ്, ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുക, അനുഭവിക്കുക, കാണുക, ആസ്വദിക്കുക എന്നിവയൊക്കെയാണ് പാരനോയിഡ് സ്കീസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ. പാരനോയിഡ് സ്കീസോഫ്രീനിയ ബാധിച്ചവരെയും സ്ഥിരമായി വൈകല്യമുള്ളവരായി കണക്കാക്കപ്പെടുന്നവരെയും സാധാരണക്കാരെ പോലെ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ സൈന്യത്തിലേക്ക് അയക്കുന്നുവെന്ന് യുക്രൈനിയൻ റിക്രൂട്ട്മെന്റ് ഓഫീസ് ജീവനക്കാരനെ ഉദ്ധരിച്ച് സ്ലിറ്റ്സ്റ്റോ ഇൻഫോ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാരാനോയിഡ് സ്കീസോഫ്രീനിയ ബാധിച്ചവരുടെ മാനസിക നില കണക്കിലെടുത്ത് അവർ യുദ്ധമുഖത്ത് എന്തെല്ലാം ചെയ്തു കൂട്ടുമെന്നതിൽ യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ അവർ സാധാരണക്കാരെയോ സഹസൈനികരെയോ വരെ വെടിവെച്ചേക്കാം. സ്കീസോഫ്രീനിയ ബാധിതർക്ക് ഉയർന്ന സമ്മർദ്ദ സാഹചര്യങ്ങൾ നേരിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഗുരുതരമായ സാഹചര്യങ്ങളിൽ ആത്മഹത്യ ചെയ്യാനുള്ള മനോഭാവം വരെ അവർക്ക് തോന്നിയേക്കാം. മാത്രമല്ല, ഒരു വ്യക്തിയുടെ സേവനത്തിനുള്ള യോഗ്യത ഒരു ടെലിഗ്രാം ബോട്ട് വരെ നിയന്ത്രിക്കുന്നുണ്ടെന്നും
വ്ളാഡിമർ എന്നു പേരുള്ള ഒരു യുക്രൈനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. മാനസിക നില തകരാറിലുള്ളവരെ മാത്രമല്ല, മദ്യത്തിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിമകളായവരെയും തന്റെ യൂണിറ്റിലേക്ക് അയച്ചിട്ടുണ്ടെന്ന പേര് വെളിപ്പെടുത്താത്ത ഒരു ഫ്രണ്ട് ലൈൻ ഉദ്യോഗസ്ഥൻ മാധ്യമത്തോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടയിൽ റഷ്യയിലെ കുർസ്ക് മേഖലയിൽ യുക്രൈനിയൻ സൈന്യം നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതിക്രമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് തുറന്നു പറഞ്ഞു. പാശ്ചാത്യ മാധ്യമങ്ങൾ പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് നടത്തുന്നുവെന്നാരോപിച്ച് യുക്രൈനിയൻ സേന നടത്തിയതായി ആരോപിക്കപ്പെടുന്ന അതിക്രമങ്ങളുടെ വാർത്തയൊന്നും മറ്റെവിടെയും കാണുന്നില്ലെന്നും ദിമിത്രി പെസ്കോവ് അപലപിച്ചു. അടുത്തിടെ നടന്നതായി പറയപ്പെടുന്ന റഷ്യയിലെ നിക്കോളായേവോ ഡാരിയിനോ ഗ്രാമത്തിലെ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള ടാസ് അന്വേഷണത്തിന് മറുപടി നൽകവേ ഈ സംഭവങ്ങൾ അവഗണിച്ചതിന് പാശ്ചാത്യ മാധ്യമങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. 2024 ഓഗസ്റ്റിൽ യുക്രൈനിയൻ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്ത പ്രദേശത്ത് ജനുവരി 27-ന് റഷ്യ നിയന്ത്രണം തിരിച്ചുപിടിക്കുന്നതുവരെ 6 മാസത്തിലേറെയായി ആളുകളെ യുക്രൈൻ ബന്ദികളാക്കിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിട്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ നിശബ്ദത പാലിച്ചുവെന്നും പെസ്കോവ് കുറ്റപ്പെടുത്തി. ഇത്തരം ഭീകരമായ അതിക്രമങ്ങളെക്കുറിച്ച് പോലും യാതൊരു വിവരങ്ങളും നൽകാൻ അവർ തയ്യാറല്ലെന്നും സംഘർഷത്തെക്കുറിച്ച് തിരഞ്ഞെടുത്ത റിപ്പോർട്ടിംഗ് നടത്തുന്ന പ്രവണതകളാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കുർസ്ക് മേഖലയിലെ മറ്റ് ഗ്രാമങ്ങളിലും സമാനമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടാകാമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. യുക്രൈൻ സൈന്യം അധിനിവേശ വാസസ്ഥലങ്ങളിലെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് യുക്രൈനിയൻ യുദ്ധക്കുറ്റങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ മുതിർന്ന നയതന്ത്രജ്ഞൻ റോഡിയൻ മിറോഷ്നിക് RIA നോവോസ്റ്റിയോട് പറഞ്ഞത്. മിറോഷ്നിക് പറയുന്നതനുസരിച്ച് വിമോചിത പ്രദേശങ്ങളിലെ പ്രദേശവാസികളുടെ വീടുകൾ മനഃപൂർവ്വം തീയിട്ടും അതിക്രമങ്ങൾ നടത്തിയുമാണ് യുക്രൈൻ സൈന്യം അവിടെ നിന്നിരുന്നത്. മാത്രമല്ല, റഷ്യ അടുത്തിടെ പിടിച്ചെടുത്ത മറ്റൊരു ഗ്രാമമായ റസ്കോയി പൊറെഗ്നോയിൽ യുക്രൈൻ സൈന്യം സിവിലിയന്മാരെ ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതായി നേരത്തെ റഷ്യൻ അന്വേഷകർ ആരോപിച്ചിരുന്നു. പിടിക്കപ്പെട്ട നിരവധി യുക്രൈൻ സൈനികർ ചോദ്യം ചെയ്യലിൽ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി സമ്മതിക്കുകയും തങ്ങളുടെ കമാൻഡർമാരുടെ ഉത്തരവുകൾ അനുസരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ യുക്രൈൻ നടത്തുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ കാണുന്നില്ല. അവർ യുദ്ധമുഖത്തു നിന്നും തിരഞ്ഞുപിടിച്ച് ആവശ്യമുള്ള വാർത്തകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും കരകയറാൻ മാത്രം യുക്രൈന് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. രാജ്യത്തിനകത്തു നിന്ന് തന്നെ യാതൊരു സഹകരണവുമില്ലാത്ത സ്ഥിതിക്ക് യുദ്ധം ചെയ്തെന്തായാലും യുക്രൈന് വിജയം കൈവരിക്കൽ അസാധ്യമാണ്. അതേറെക്കുറെ ഉറപ്പായും കഴിഞ്ഞു. 3-ാം വർഷത്തിലേക്ക് കടക്കുന്ന സംഘർഷം ഇനി അവസാനിക്കുന്നത് എങ്ങനെ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.